നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്യാമ്പ് നൗവിൻ്റെ ആകാശത്ത് ആഘോഷപൂരം. കളിക്കളത്തിലെ ബാഴ്സയുടെ കുട്ടികൾ തിമിർത്താടി. ഗംഭീര വിജയമാണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ അവർ നേടിയിരിക്കുന്നത്. ഫെറാൻ്റെ ഇരട്ട ഗോളുകൾ, എന്തൊരു പ്രകടനം ലമീൻ യമാലിൻ്റെത്. അവൻ്റെ കിടിലൻ നീക്കങ്ങൾ, പാസുകൾ, അതിനെ തുടർന്ന് പിറക്കുന്ന ഗോളുകൾ. ലെവൻഡോസ്കിയുടെ ഗോൾ വരുന്നു, ലോപ്പസിൻ്റെ ഗോൾ വരുന്നു. അങ്ങനെ ഏകപക്ഷീയമായ 4 ഗോളുകളുടെ തകർപ്പൻ ജയമാണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ ഇപ്പോൾ FC ബാഴ്സലോണ സ്വന്തമാക്കിയിരിക്കുന്നത്. കളിയിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് യമാലും റോബർട്ട് ലെവൻഡോസ്കിയും ലോപ്പസും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയിൽ ബാഴ്സ തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. തുടക്കം മുതൽ തന്നെ അത് നമ്മൾ കാണുകയും ചെയ്തു. 4ാമത്തെ മിനിറ്റിൽ കളി തുടങ്ങി 4ാമത്തെ മിനിറ്റിൽ തന്നെ ക്യാമ്പ് നൗവിലേക്ക് എത്തി ആരാധകരെ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് എത്തിച്ചുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി പന്ത് വലയിലേക്ക് എത്തിച്ച് കഴിഞ്ഞിരുന്നു. ബാഴ്സയുടെ ആധിപത്യം അവിടെ തുടങ്ങുന്നു. അതിനുശേഷം 2ാമത്തെ ഗോൾ പിറക്കുന്നത് ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിലാണ്. ടോറസാണ് ആ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത്. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു FC ബാഴ്സലോണയെങ്കിൽ 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ അവർ ഗോളിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചു. ഗാർഷ്യയുടെ അസിസ്റ്റിൽ നിന്ന് ഫെർമിൻ ലോപ്പസിൻ്റെ ഗോൾ പിറക്കുന്നു. ബാഴ്സ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മുന്നിൽ. ഒടുവിൽ അവസാന ഘട്ടത്തിൽ വീണ്ടും ഗോൾ പിറക്കുന്നു. ഇത്തവണ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു ഫെറാൻ ടോറസ്. മനോഹരമായ നീക്കത്തിനൊടുവിൽ, ലാമിൻ യമാലിൻ്റെ മനോഹരമായ നീക്കത്തിനൊടുവിലാണ് ആ ഒരു ഗോൾ പിറന്നത്. അങ്ങനെ ഏകപക്ഷീയമായ 4 ഗോളിൻ്റെ വിജയം. സാക്ഷാൽ ലാമിൻ യമാലിൻ്റെ ബൂട്ട് ഷൈൻ ചെയ്യുന്ന ഫെറാനെ നിങ്ങൾ കണ്ടില്ലേ? അതിലുണ്ട് എല്ലാം. ബാഴ്സലോണ ഇതാ ഗംഭീരമായിട്ട് ക്യാമ്പ് നൗവിലേക്കുള്ള മടങ്ങി വരവ് ആഘോഷിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.